അവൾക്കും നിങ്ങളെ അങ്ങനെ കാണാനല്ലായിരുന്നില്ലേ ആഗ്രഹം? ആദ്യ പ്രണയം അത്ര പെട്ടെന്നൊന്നും ആരും മറക്കില്ല. അതിൽ നിന്ന് വേദന ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ആ പ്രണയം മറക്കാൻ ഒരു പക്ഷേ ശ്വാസം പോലും നിലയ്ക്കേണ്ടി വരും. പറഞ്ഞവസാനിപ്പിക്കുമ്പോ അവളുടെ സ്വരം ഇടറിയിരുന്നു. ഇനി അവന്റെ മുന്നിൽ നിൽക്കാൻ വയ്യ എന്ന് തോന്നിയതും അവൾ വേഗം പുറത്തേക്ക് നടന്നു. മെയിൽസൊക്കെ ചെക്ക് ചെയ്തേക്ക്, നാളെ ഒരു മീറ്റിംഗ് ഉള്ളതാ. പുറത്തേക്ക് ഇറങ്ങാൻ പോയവളെ പിടിച്ചു നിർത്താൻ പാകത്തിനുള്ള അവന്റെ വാക്കുകൾ അവളുടെ ചൊടികളെ വിടർത്തി. ഒത്തിരി അഭിനയിക്കുന്നുണ്ടല്ലേ എന്റെ മോള്? പിന്നിൽ നിന്നുള്ള ആനന്ദിന്റെ ശബ്ദം കേൾക്കെ നിറഞ്ഞ കണ്ണുകൾ അയാൾ കാണാതെ അമർത്തി തുളച്ചവൾ തിരിച്ചൊരു പുഞ്ചിരി നൽകി. അച്ഛൻ ചോദിച്ചതുപോലെ സഹതാപം തോന്നിയിട്ടാണോ? മടുപ്പ് തോന്നുന്നില്ലേ നിനക്ക്? എന്താ അച്ഛ ഇത്? പ്രാണനായി കണ്ടയാൾ പോലും അവിശ്വസിച്ചെന്ന് നെഞ്ചോട് ചേർത്ത് പിടിച്ച അയാളെ പരിചരിക്കുന്നതിൽ മടുപ്പ് തോന്നാൻ മാത്രം അത്രയ്ക്ക് ഇടുങ്ങിയ മനസ്സാണോ അച്ഛന്റെ ചിത്തൂന്? അച്ഛനെ സ്നേഹിക്കുന്നുണ്ടോ? അത് ചോദിക്കുമ്പോ അയാളുടെ കണ്ണിൽ പ്രത്യേകതരം തിളക്കമുണ്ടായിരുന്നു. അറിയില്ല. ഒരുപാട് വട്ടം ഞാൻ തന്നെ എന്നോട് ചോദിച്ചതായത്. ഉത്തരമില്ല. പക്ഷെ ഒരവസ്ഥയിലും അച്ചുവിനെ ഒറ്റയ്ക്ക് വിടാൻ മനസ്സനുവദിക്കുന്നില്ല. അതെന്തുകൊണ്ടാണെന്ന് ഇപ്പോഴും അറിയില്ല. എത്ര ദേഷ്യപ്പെട്ടിട്ടും മുഖം വീർപ്പിച്ചിട്ടും എന്നോട് അച്ചുവിന് മടുപ്പ് തോന്നാത്തത് പോലെയാവും. ചിരിക്കാൻ ശ്രമിച്ചവൾ പറയുമ്പോൾ ഇതൊക്കെ കേട്ടുനിന്ന് ആനന്ദിന് വല്ലാത്ത സന്തോഷം തോന്നി. അവളെ ചേർത്ത് പിടിച്ചയാൾ നെറ്റിയിലൊന്ന് ചുംബിച്ചു. അയാൾ പോയി കഴിഞ്ഞ് അവൾ വീണ്ടും ബാൽക്കണിയിലേക്ക് തിരിഞ്ഞ് കണ്ണടച്ചു നിന്നു. ജീവിതത്തിൽ നടന്ന ഓരോ കാര്യങ്ങളും അവൾ സ്വയം ഒന്ന് ഓർത്തു നോക്കി. വിഷമങ്ങളും സന്തോഷങ്ങളുമുള്ള ഒരുപാട് നിമിഷങ്ങൾ മുന്നിലൂടെ മിന്നിമറഞ്ഞു. ഒടുവിൽ കണ്ണിലൊരുവന്റെ മുഖം മാത്രം തെളിഞ്ഞു. ഒരുപക്ഷെ അവളുടെ മനസ്സ് ഈ നിമിഷം തിരിസ്നേഹിക്കുന്നത് അവനെയാവും. ഹൃദയം ഓരോ വട്ടം ഇടിക്കുന്നതും അവന്റെ നാമം ഉച്ചരിച്ചുകൊണ്ടാവും എന്നവൾക്ക് തോന്നി. വല്ലാത്തൊരു വിഷമത്തോടെയും ടെൻഷനോടെയും വരുന്ന ഹാനിയെ കണ്ട് റന നെറ്റിച്ചുളിച്ചു. എന്തായിക്ക റന അത്? നീയൊന്ന് എന്റെ കൂടെ വാ. എന്തായിക്ക? കാര്യം പറയ്, എന്നിട്ട് വരാം. അവളെയും കൊണ്ട് പാർക്കിലേക്ക് നടക്കുന്ന ഹാനിയെ തടഞ്ഞ് റന കാര്യം തിരക്കി. റന, ഉപ്പയും ഉമ്മയും എന്റെ കല്യാണം നോക്കുന്നുണ്ട് വീട്ടിൽ. ഞാൻ നിന്റെ കാര്യം അവതരിപ്പിച്ചു. പക്ഷെ ആകാംക്ഷയോടെ കേട്ടിരുന്ന അവളുടെ മുഖം പെട്ടെന്ന് മങ്ങിയത് അവന് മനസ്സിലായി. റന, നമുക്കൊന്ന് അവിടെ വരെ പോയി നോക്കാം, വിഷമിക്കാതെ. അവളുടെ കൈ പിടിച്ചു മുന്നോട്ട് നടക്കാൻ പോയവനെ പെട്ടെന്ന് റന തടഞ്ഞു. അവൾക്ക് പേടി തോന്നി. നിറഞ്ഞ കണ്ണാലെ അവനെ നോക്കിയപ്പോ അവനൊന്ന് ദയനീയമായി നോക്കി. ശേഷം അവളെ സമാധാനിപ്പിച്ച് അവളെയും കൊണ്ടുപോയി. റന, ഇറങ്ങ്. അത്യാവശ്യം വലിപ്പമുള്ള വീടിന് മുന്നിൽ കൊണ്ടു നിർത്തി ഹാനി പറഞ്ഞതും റന മടിച്ചിറങ്ങി. അവളുടെ കൈ പിടിച്ച് വീടിനകത്ത് കയറുമ്പോ അവൾക്ക് വല്ലാത്ത ടെൻഷൻ തോന്നി. തല കുഞ്ഞു തന്നെയായിരുന്നു റന നിന്നിരുന്നത്. അവളുടെ കയ്യിൽ പിടിച്ചിരുന്ന ഹാനിയുടെ കൈ അയഞ്ഞതും അവൾ ഒരു ഞെട്ടലോടെ അവനെ നോക്കി. മുന്നിലായി നിൽക്കുന്ന അവന്റെ ഉപ്പയെന്ന് തോന്നിക്കുന്ന ആളെ കണ്ട് ഹാനി അവളിൽ നിന്ന് കുറച്ച് വിട്ടുനിന്നു. അതവളിൽ വല്ലാത്തൊരു വേദന ഉളവാക്കി. ഇപ്പൊ എത്താമെന്ന് പറഞ്ഞതില്ലേ, എന്താ ഇത്രയും താമസിച്ചത്? കടുപ്പിച്ചുള്ള ചോദ്യങ്ങൾക്ക് റന കണ്ണു മുറുക്കി അടച്ചു. എത്ര നേരായിടാ നിന്നെ കാത്തിരിക്കുന്നത്? മോളെ കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ട് മണിക്കൂർ ഒന്നായി. നീ പറഞ്ഞതിനേക്കാൾ സുന്ദരിയാണല്ലോ മോള്. പെട്ടെന്ന് ഒരു സ്ത്രീ ശബ്ദം കേൾക്കെ തല ഉയർത്തി നോക്കിയ റനയുടെ അടുത്തേക്ക് വന്ന് കവളിൽ തലോടി അവരങ്ങനെ പറഞ്ഞതും റന ഞെട്ടലോടെ ഹാനിയെ മേച്ചു നോക്കി. അവന്റെ മുഖത്തുള്ള കള്ളച്ചിരി കണ്ട് അവൻ തന്നെ പറ്റിക്കാൻ പറഞ്ഞതാണെന്ന് അവൾക്ക് മനസ്സിലായി. നസി, മോളുടെ ആ നോട്ടം കണ്ടിട്ട് ഇവനെന്തോ ഒപ്പിച്ച കോളുണ്ടല്ലോ. റനയുടെ തുറച്ചുനോട്ടം കണ്ട് അവന്റെ ഉപ്പ പറഞ്ഞതും അവൾ ചമ്മലോടെ കണ്ണു വെട്ടിച്ചു. ഹാനിയുടെ ഉപ്പയോ ഉമ്മയെയും കുറഞ്ഞ സമയം കൊണ്ട് തന്നെ റനക്ക് നല്ല പോലെ ഇഷ്ടമായി. തന്റെ മകന്റെ സെലക്ഷൻ മോശമല്ലെന്ന് അവർക്കും ബോധ്യപ്പെട്ടിരുന്നു. അവളെ പറ്റിച്ചതിലുള്ള ശിക്ഷയായിട്ട് പിന്നെ അവൾ ഹാനിയോട് മിണ്ടിയില്ല. അവളെ അനുനയിപ്പിക്കാൻ പാടുപെടും എന്നോർത്ത് അവനും അവളുടെ പിന്നാലെ നടന്നു. പ്രസന്റേഷൻ റെഡിയല്ലേ? ബദ്രി ദക്ഷിയോട് ചോദിച്ചതും അവൾ തല കുലുക്കിക്കൊണ്ട് ഫയലിലിരുന്ന പെൺഡ്രൈവ് മഹിക്ക് കൊടുത്തു. മഹി അത് കണക്ട് ചെയ്യാൻ പോയത് കണ്ട് അക്കൂട്ടത്തിലെ 2 പേരുടെ ചുണ്ടിൽ പുച്ഛം കലർന്നൊരു ചിരി വിരിഞ്ഞു. അതിലൊന്ന് ആന്റിയുടേതാണ്. ആന്റി തല അല്പം തിരിച്ച് അടുത്തുള്ള സ്റ്റെല്ലയെ നോക്കി. അവളുടെ മുഖത്ത് പുച്ഛവും അതിലുപരി മഹിയോടും അവനെ തന്നെ ചിരിയോട് നോക്കിയിരിക്കുന്ന അല്ലിയെയും കണ്ടുള്ള ദേഷ്യവും കാണെ അവളൊന്ന് ഉള്ളിൽ ഊറിച്ചിരിച്ചു. ഇന്നലെ നടന്നത് അവളുടെ ഓർമ്മയിൽ തെളിഞ്ഞു. ഹൗ ഡു യു ഫീൽ നൗ? അല്ലിയെ വട്ടം പിടിച്ച് അവളുടെ മുഖത്തോട് മുഖം അടുപ്പിക്കുന്ന മഹിയെ കാണെ കണ്ണു നിറച്ച് മുഖത്തിരിച്ചു നിൽക്കുന്ന സ്റ്റെല്ലയുടെ അടുത്തായി പോയി ആന്റി ചോദിച്ചതും അവളൊന്ന് ഞെട്ടി. പെട്ടെന്ന് തിരിഞ്ഞു നടക്കാൻ പോയവളെ ആന്റി പിടിച്ചു നിർത്തി. അങ്ങനെ പോവാതെ, ചോദിച്ചതിന് ഉത്തരം താ. അത് കണ്ടപ്പോ എന്ത് തോന്നുന്നു? വേദനിക്കുന്നുണ്ടോ? ഇവിടെ ഭ്രാന്ത് പിടിക്കുന്ന പോലെ തോന്നുന്നുണ്ടോ? അവളുടെ നെഞ്ചിൽ അമർത്തി ആന്റി ചോദിക്കവേ സ്റ്റെല്ല ഒന്നും മിണ്ടാതെ തലതാഴ്ത്തി. യു നോ വൺ തിങ്, നീയാണ് മഹിയോട് പിന്നീട് ദക്ഷയോട് എന്തിന് ബദ്രിയോട് പോലും എന്നെ പറ്റി പറഞ്ഞതെന്ന് എനിക്കറിയാം.
എന്റെ സ്വഭാവം വെച്ചിട്ട് എനിക്കെതിരെ തിരിയുന്നവരെ ഞാൻ വെറുതെ വിടില്ല, ഇന്നേവരെ വിട്ടിട്ടുമില്ല. പക്ഷെ നിന്നെ എന്തുകൊണ്ടാണെന്നറിയോ ഞാൻ ഒന്നും ചെയ്യാത്തത്? അറിയോ? ക്രൂരഭാവത്തോടെ ആന്റി അവളെ ഉറ്റുനോക്കി. സ്റ്റെല്ല ഒന്ന് പേടിച്ചില്ലെന്ന് തലകുലുക്കി. നീ മറ്റാരും അറിയാതെ മഹിയെ സ്നേഹിക്കുന്നത് എനിക്കറിയാവുന്നത് കൊണ്ട് നീ നിന്റെ സേഫ്റ്റി പോലും നോക്കാതെ അവന് വേണ്ടി വക്കാലത്ത് പറഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി, എന്നെ പോലെ സ്നേഹിക്കുന്നവന് വേണ്ടി എന്തും ചെയ്യാൻ നിനക്ക് മടിയില്ലെന്ന്. അതെനിക്ക് ഇഷ്ടമായി. അതുകൊണ്ടാ നിനക്കൊരു ഭീഷണിയായി പിന്നീട് മുന്നിൽ വരാതിരുന്നത്. അത്രയും പറഞ്ഞു നിർത്തി ആൻഡ്രി സ്റ്റെല്ലയെ നോക്കി. അവളുടെ മുഖത്ത് തന്നോടുള്ള അനുകമ്പ പ്രകടമായതും അവളൊന്ന് പൊട്ടിച്ചിരിച്ചു. പതിയെ അവളുടെ വിഷം സ്റ്റെല്ലയിലും പകർത്താൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. പക്ഷെ നിന്റെ സ്നേഹമൊക്കെ വെറുതെ പോയെന്ന് ഓർക്കുമ്പോ വല്ലാത്ത വേദന തോന്നുന്നു എനിക്ക്. മറ്റാരേക്കാളും എനിക്കറിയാൻ പറ്റും നിന്റെ വിഷമം. ഭദ്രയെ കുഞ്ഞുനാൾ മുതൽ ആഗ്രഹിക്കുന്നവളാ ഞാൻ. എന്നിട്ട് അവന്റെ പാതിയായതോ ഒന്നിനും കൊള്ളില്ലാത്തവൾ. വേരോടെ പെയ്തെറിഞ്ഞ് ഞാൻ ഇപ്പോ പുതിയൊരുവൾ ദശ. വെറുതെ വിടാൻ ഒരുക്കമല്ല ഞാൻ. അവളെയും പറിച്ചു മാറ്റും, ആർക്കും ഒരു സംശയവും തോന്നാത്ത രീതിയിൽ. ഇതപ്പോടെ പറഞ്ഞു നിർത്തി അവളുടെ ചുമന്നു വന്ന കണ്ണാലെ അവൾ സ്റ്റെല്ലയെ നോക്കി. ആൻവിയുടെ പുതിയ ഓരോ മുഖം കൂടുതലധികം വല്ലാത്ത പേടിയോടെ സ്റ്റെല്ല അവളെ നോക്കി. ഇങ്ങനെയാ അവന്റെ കാര്യം ഓർത്താലോ ആരോടേലും പറഞ്ഞാലോ കൂടുതൽ ഇമോഷണൽ ആവും ഞാൻ. അവളുടെ കണ്ണു തുടച്ച് സ്റ്റെല്ലയുടെ ഇരുതോളിലും കൈവച്ച് പതിയെ ഒന്ന് പുഞ്ചിരിച്ചു. ഐ അണ്ടർസ്റ്റാൻഡ് യുവർ ഫീലിംഗ്. സ്നേഹം ഒരിക്കലും തിരിച്ചു വാങ്ങാൻ സാധിക്കില്ല എന്ന് പറയാറുണ്ട്. പക്ഷെ അങ്ങനെയല്ല, നമുക്ക് ആവശ്യമായത് നമ്മൾ തന്നെ നേടിയെടുക്കണം. അതിപ്പോ പ്രണയമായാലും ഒരുവന്റെ പ്രാണനായാലും. മറക്കാൻ സാധിക്കുമോ നിനക്ക് മഹിയെ? വന്ന അന്നു മുതലേ മനസ്സിൽ കൊണ്ട് തണുക്കാൻ തുടങ്ങിയതല്ലേ അവനെ. ഒരുപാട് സഹായം അവന് അറിയാതെ തന്നെ നീ ചെയ്തു കൊടുത്തിട്ടില്ലേ നീ? അല്ലയോ? അവൾ നിന്റെ മൈക്ക് ചേരുമെന്ന് തോന്നുന്നുണ്ടോ നിനക്ക്? ഇന്നലെ കേറി വന്നവൾ നിന്റെ പ്രാണനെ കട്ടെടുക്കാൻ നോക്കിയാ വിട്ടുകൊടുക്കോ നീ? അതിന് കഴിയോ നിനക്ക്? അങ്ങനെ കഴിയുമെങ്കിൽ നിന്റെ സ്നേഹം ആത്മാർത്ഥമല്ലെന്നേ ഞാൻ പറയൂ. അവളുടെ തോളിലുള്ള കൈമാറ്റി ആൻവി തിരിഞ്ഞു നിന്നു. ഞാൻ എന്താ ചെയ്യണ്ടേ? സ്റ്റെല്ലയുടെ ചോദ്യം കേട്ട് ആൻവി കുതന്ത്രത്താലെ ചിരിച്ചു. എന്റെ ഒപ്പം നിൽക്കണം. ഒന്നും ആരും അറിയില്ല. ഒടുവിൽ മഹി നിനക്ക് സ്വന്തം. കഴിഞ്ഞ കാര്യങ്ങൾ ഓർക്കെ ആൻവി പുച്ഛത്തോടെ ഒന്ന് ചിരിച്ചു. തന്റെ വാക്കുകളിൽ വീണ സ്റ്റെല്ലയോട് അവൾക്ക് സഹതാപം തോന്നി. അതേ പുച്ഛത്തോടെ അവൾ മഹിയെ നോക്കിയിരുന്നു. ഹലോ, കേൾക്കുന്നില്ലേടി? ശിവ ഫോൺ ഒന്നുകൂടി ചെവിയോട് അടുപ്പിച്ച് പുറത്തേക്ക് ഇറങ്ങി. അച്ചത് കണ്ടെങ്കിലും ശ്രദ്ധിക്കാൻ പോയില്ല. ഇപ്പൊ കേക്കാം, പറയ് ശരിക്കും. എന്നിട്ട് അപ്പോ നിങ്ങൾ വരുവാണോ? ഓക്കെ, ആടാ, ബൈ. നാളെ എന്റെ ഫ്രണ്ടും അവളുടെ കമ്പനിയിലെ ബോസും വരുന്നുണ്ട് ഇവിടെ. ജസ്റ്റ് ഒരു കമ്പനി വിസിറ്റ്. ബട്ട് അവർക്ക് ഇഷ്ടായ നമ്മളുമായി ഏതേലും വർക്ക് ചെയ്യും. വളരെ ആകാംക്ഷയോടെ ഓരോന്ന് ചോദിച്ച് ശിവ അച്ചുവിന് അടുത്തേക്ക് വന്നു പറഞ്ഞു. അത് കേട്ടിട്ടും അവന് പ്രത്യേകിച്ച് കുലുക്കമൊന്നും ഇല്ലെന്ന് കാണെ അവൾക്ക് ദേഷ്യം വന്നു. വന്നപ്പോ മുതൽ ഇരിക്കാൻ തുടങ്ങിയതാ ഇങ്ങനെ. അവൾ ദേഷ്യത്തോടെ ഓർത്തു. ദോ, താൻ ശ്രദ്ധിക്കുന്നുണ്ടോ ഞാൻ പറയുന്നത്? അവന് നോക്കിക്കൊണ്ടിരിക്കുന്ന ഫയൽ മടക്കി വെച്ച് അവൾ അവന് നേരെ അലറി. നിനക്ക് എന്താ ശിവ കുന്തം? എന്തേ? അതിനവൻ അവളെ ഒന്ന് തുറച്ചു നോക്കി. അവളെ ഒട്ടും കുറക്കാതെ തന്നെ അവനെയും തറപ്പിച്ചു നോക്കി. ഫയൽ വീണ്ടും തുറക്കാൻ പോയതും അവൾ അതെടുത്തു മാറ്റി അവന് മുന്നിൽ കയറി നിന്നു. അവൻ തലയിൽ കൈവച്ചതും അവൾ കൈ തട്ടി മാറ്റി. തിരിഞ്ഞിരിക്കാൻ പോയവനെ ചേർവലിച്ച് അവളുടെ നേരെയാക്കി. അവസാനം അവളുടെ അടുക്ക് ഒന്നും വിലപ്പോവില്ലെന്ന് മനസ്സിലായതും അച്ചു അവളെ വയറിൽ ചുറ്റിപ്പിടിച്ചു. പെട്ടെന്ന് അവന്റെ മടിയിലിരുത്തി പതച്ചു പോയിരുന്നു അവൾ ഒരു നിമിഷം. നിനക്ക് എന്താ വേണ്ടേ? അവളുടെ വയറിൽ പിടിച്ചമർത്തി അവൻ ചോദിച്ചതും അവളുടെ ഹൃദയമിടിപ്പ് കുതിച്ചുയർന്നു. തൊണ്ട വറ്റി വരണ്ടു. വാക്കുകളൊന്നും വരുന്നുണ്ടായിരുന്നില്ല. പാടുപെട്ടവൾ ഉമിനീരിറക്കുന്നത് അവനൊരു കൗതുകത്തോടെ നോക്കി. കണ്ണുകൾ ചുറ്റും പരതി അവനെ ചൊടിപ്പിക്കാൻ എന്നതിലുപരി ഇങ്ങനെ ഒരു തിരിച്ചടി അവൾ പ്രതീക്ഷിച്ചില്ല. കൃഷ്ണമണിയുടെ സഞ്ചാരവും അവളുടെ തൊണ്ടക്കുഴിയുടെ ചലനങ്ങളും അവന്റെ കണ്ണ് മാറി മാറി സഞ്ചരിച്ചു. ഒപ്പം അവളുടെ ചുമന്നിരിക്കുന്ന കവിളുകളിലും. അച്ചു, വിറയലോടെ അവൾ മൊഴിഞ്ഞതും അവന്റെ ചൂണ്ടുവിരൽ അവളുടെ അതിരങ്ങളെ വിലക്കി. പറഞ്ഞതല്ലേ ശല്യം ചെയ്യരുതെന്ന്. മര്യാദക്കാണിൽ ഇവിടെ ഇരുന്നു. വിദ്യാർത്ഥി ക്യാബിൻ വിട്ട് പുറത്തു പൊക്കോണം, മനസ്സിലായോ? കടുപ്പിച്ചവൻ ചോദിച്ചതും അവൾ തലകുലുക്കി. ശേഷം പതി അവനിൽ നിന്ന് വിട്ടുമാറി. എന്തൊക്കെയോ പ്രതീക്ഷിച്ചു ഒന്നും കിട്ടാത്തതിലുള്ള നിരാശയിലാണ് ഇപ്പൊ ശിവ. അവിടെ ഇരുന്ന ഫയലെടുത്ത് പുറത്തേക്ക് പോകാൻ നിന്ന് അവൾ അവനെ ഒന്ന് തിരിഞ്ഞു നോക്കി. കേട്ടോ മുരട്ടോ, താൻ ആരാന്നോ തന്റെ വിചാരം? മിണ്ടാതിരിക്കാൻ എനിക്ക് മനസ്സില്ല. താൻ എന്തോ ചെയ്യും? മൂക്കിൽ വലിച്ചു ചുറ്റുവോ? താൻ ചെവിയിൽ നിള്ളിക്കോ. ഇപ്പൊ തന്റെ പിറകെ ഞാൻ നടക്കുന്നില്ലേ, അതുപോലെ താനും എന്റെ പിറകെ വരും. കുറെ നാൾ കഴിഞ്ഞിട്ടൊന്നുമല്ല ബിപിൻ. അവൾ അത് പറഞ്ഞ് വാറ്റിൽ നോക്കി. അവന്റെ മുഖം അത്രയും പറഞ്ഞത് ചുമന്നു തൊടുത്തിരുന്നു. വിത്തിൻ 24 മണിക്കൂർ, അതിനുള്ളിൽ താൻ എന്റെ പിറകെ ചിത്തൂന്ന് വിളിച്ചു വന്നില്ലെങ്കിൽ എന്റെ പേര്, അല്ലേ വേണ്ട തന്റെ പേര് തന്നെ പട്ടിക്കിട്ടോ, മുരടൻ ആകാശേ. അവൾ അതും പറഞ്ഞ് ചുണ്ടുകോട്ടിയതും ചിരുന്നിടത്തു നിന്നും ചാടി എണീറ്റു. അത് കാണേണ്ട താമസം അവൾ പുറത്തേക്ക് ഓടി. അവളുടെ ഓട്ടം കൊണ്ട് അവന്റെ ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞു. വായാടി അവന്റെ അതിരം ഒഴിഞ്ഞു. സർ, സ്റ്റാർട്ട് ചെയ്യട്ടെ? എല്ലാം തെറ്റായെന്ന് ഉറപ്പുവരുത്തി മഹി ചോദിച്ചതും ഭദ്രയും സമ്മതം അറിയിച്ചു. പ്രസന്റേഷൻ സ്റ്റാർട്ടായതും ഓരോരുത്തരായി വന്ന് പ്രസന്റ് ചെയ്യാൻ തുടങ്ങി. ഭദ്രരക്ഷ, ആന്റി, സ്റ്റെല്ല, വിനോദ്, മഹി എന്നിങ്ങനെ എല്ലാവരും വളരെ ഭംഗിയായി അവതരിപ്പിച്ചു. ശേഷം മല്ലിയുടെ ഊഴമെത്തി. അവളൊരു ചിരിയോടെ എല്ലാവരെയും പിക്ക് ചെയ്ത് പ്രസന്റ് ചെയ്യാൻ തുടങ്ങി. പെട്ടെന്നൊരു ശബ്ദത്തോടെ പ്രസന്റേഷൻ ഓഫായി.
സംഭവം എന്താണെന്ന് മനസ്സിലാവാതെ എല്ലാവരും വ്യത്യാസം പകച്ചു നിന്നു. അടുത്ത നിമിഷം സ്ക്രീനിൽ ഒരു പ്രത്യേക താളത്തോടെ മഹിയുടെയും ദക്ഷയുടെയും പലതരത്തിലുള്ള ചിത്രങ്ങൾ തെളിഞ്ഞു വന്നു. ആദ്യമൊക്കെ അവരെ കളിയാക്കിയുള്ള കാർട്ടൂൺ ചിത്രമായിരുന്നു. പതിയെ പതിയെ അവരുടെ യഥാർത്ഥ ചിത്രം തെളിഞ്ഞു. ദക്ഷയുടെ നെറ്റിയിൽ ചുണ്ടു ചേർക്കുന്നതായും അവളുടെ കവളിൽ കുത്തിപ്പിടിക്കുന്നതായും ചേർത്തു നിർത്തുന്നതായും ഒക്കെയുള്ള മഹിയുമൊത്തുള്ള ചിത്രങ്ങൾ സ്ക്രീനിൽ തെളിഞ്ഞു കാണിക്കെ എവിടെയൊക്കെ മുറുമുറുക്കൽ ഉയർന്നു. ദക്ഷയുടെ കണ്ണ് ബദ്രിയിലേക്ക് നീണ്ടു. അവനൊരു അത്ഭുതത്തോടെ അത് നോക്കുന്നുണ്ട്. അല്ലിക്ക് കണ്ണ് നിറഞ്ഞു വന്നു. ദക്ഷ വല്ലാത്തൊരവസ്ഥയിൽ തല താഴ്ത്തി. മഹിക്ക് എല്ലാം കൂടെ കണ്ട് സമനില തെറ്റുന്ന പോലെ തോന്നി. ദേഷ്യത്തിൽ അത് ഡിസ്കണക്ട് ചെയ്യാൻ തുനിഞ്ഞ മഹിയെ ദക്ഷ ഒരു കൈയാലെ തടഞ്ഞു. പകയോടെ ആന്റിയെ നോക്കി. അവളുടെ മുഖത്തെ പുച്ഛഭാവം വല്ലാത്ത രോഷം കൊള്ളിച്ചു മഹിയെ. കൊള്ളാലോ, ബോസും സ്റ്റാഫുമായി പ്രണയത്തിലാണോ? സ്റ്റാഫിന്റെ ഇടയിൽ നിന്നുമുള്ള കമന്റ് ഉയർന്നു കേൾക്കെ അതുവരെ നിശബ്ദനായിരുന്ന ബദ്രി എഴുന്നേറ്റ് അല്ലിയോട് കണ്ണുകൊണ്ട് പോയിരിക്കാൻ പറഞ്ഞു. അവൻ എല്ലാവർക്കും അഭിമുഖമായി നിന്നു. സൈലൻസ്.